ദയവായിട്ട് ഞാൻ എൻ്റെ ഒരു വീക്ഷണമായിട്ട് പറയുന്നതാണ്, നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പുണ്ടാവാം. ദയവായിട്ട് ഗീത വായിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നൊന്നും പറയാതിരിക്കുക. ആത്യന്തികമായിട്ട് അതൊന്നും അല്ല അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മോക്ഷമാണ്, പുരുഷാർത്ഥങ്ങളിൽ 4ാമത്തേതായിട്ടുള്ള മോക്ഷം, സാക്ഷാത്കാരം, ഇതൊക്കെ ഗീത പറയുന്നുണ്ട്. പക്ഷെ നോക്കൂ, അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പം ജീവിക്കണ ഈ ജീവിതം നന്നായിട്ട് ജീവിക്കണ്ടേ? ഇപ്പം നടക്കണ എന്താണ് യഥാർത്ഥത്തിലുള്ള സുഖം? ഈ സോക്കോൾഡ് അടിച്ചുപിടി, ഗുരുവായൂർ വന്ന് കുറച്ച് റീൽസൊക്കെ എടുത്ത് സെൽഫി വിത്ത് കണ്ണൻ, അതാണ് യഥാർത്ഥത്തിലുള്ള സുഖം. പരമമായിട്ടുള്ള അറിവുണ്ടാവുമ്പോൾ അനുഭവിക്കണം, ആ സച്ചിദാനന്ദാവസ്ഥ അനുഭവിക്കണതല്ലേ യഥാർത്ഥത്തിലുള്ള സുഖം. ആദ്യം തിരുമേനി ഗുരുവായൂരപ്പനെ വിളിച്ചിരുന്ന പേരായിരുന്നു സച്ചിദാനന്ദ കട്ടാന്ന്. അത് ഉള്ളിലുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദമാണ് പരമമായിട്ടുള്ള ആനന്ദം. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക, അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് നമ്മൾ പറയുന്നുണ്ട്, പ്രഭാഷണങ്ങൾക്കും ഗീതാ സദസ്സുകളിലും ഭാഗവതങ്ങൾക്കും അല്ലെങ്കിൽ ഭജനകൾക്കൊക്കെ കേൾക്കാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതാ ഒഴുകി വന്നുകൊണ്ടിരിക്കണു എന്നുള്ളത്. ഇവിടെയും നിങ്ങൾ ഇത്രയുമൊക്കെ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് പല ആൾക്കാരും വ്യാഖ്യാനിക്കാറുണ്ട്, ഇതാണ് ട്രെൻഡ് എന്ന്. എന്ത് ഭക്തി ഇന്ന് എന്താണ്? ആധ്യാത്മികത ഇന്ന് എന്താണ്? ട്രെൻഡാണ്. പ്രിയപ്പെട്ടവരെ, ഗുരുവായൂരപ്പൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രെൻഡും ശാശ്വതമല്ല. ഇപ്പോഴേ ഞാൻ പറയാം, എല്ലാം ശരിയായി, ഇതാ ഭജനയ്ക്ക് ആളുകൂടി അല്ലെങ്കിൽ ഭാഗവതം കേൾക്കാൻ കസേര ഇട്ടത് മതിയാവില്ല എന്ന രുക്മിണി സ്വയംവരത്തിന് ഏകാദശം പറയുമ്പോഴല്ല. അതുകൊണ്ട് എല്ലാം ശരിയായി, ഇനി നമുക്ക് വളരെ സുഗമമായിട്ടുള്ള പാതയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ധർമ്മത്തിന് നല്ല കാലം ഇതാ വരാൻ പോകുന്നു എന്ന് കരുതി പണിയെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അമൃതസ്യ പുത്രാന്ന് വിളിക്കില്ല ഭഗവാൻ, അത്രേ ഉള്ളൂ. വേറെ ചിലത് വിളിക്കും. അതിനോടനെ പറയണ്ടല്ലോ, നീ ആരെപ്പോലെ പെരുമാറുന്നു, ആരെപ്പോലെ സംസാരിക്കണമെന്നു. അതുകൊണ്ട് പണിയെടുത്തുകൊണ്ടേയിരിക്കുക. ആ കർമ്മങ്ങളൊക്കെ ഭഗവാനുള്ള അർച്ചനയായിട്ട് കാണുക. ഗുരുവായൂരപ്പനെ വന്ന് തൊഴണ സമയത്ത് ഗുരുവായൂരപ്പൻ ചോദിക്കും, ഞാൻ പറഞ്ഞു തന്നത് എത്ര പേർക്ക് പറഞ്ഞു കൊടുത്തു എന്നും, എനിക്ക് എത്ര പുഷ്പാഞ്ജലി കഴിച്ചു എന്നും എത്ര ലിറ്റർ പാൽപ്പായസം കഴിച്ചു എന്നും ഭഗവാൻ കണക്കെടുക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് എത്ര പേർക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭഗവാന്റെ 10ാമത്തെ അവതാരം കൽക്കി, അത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ഭട്ടപാദനും നാരായണീയം എഴുതി അവസാനിച്ച സമയത്ത് സ്വർഗാരോഹണം മാത്രമല്ല എഴുതാതെ വിട്ടത്, കൽക്കി അവതാരം കൂടെ അദ്ദേഹം കാര്യമായിട്ട് പരാമർശിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഓരോരുത്തരും, സ്വർഗാരോഹണം കഴിഞ്ഞിട്ടല്ലോ പിന്നെ കൽക്കിയില്ലേ, അത് മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ആരായിട്ട് മാറിക്കൊള്ളണം? കൽക്കി ആയിക്കൊള്ളണം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര എന്നാണ് ആയുധം പിടിച്ചു നിൽക്കുന്ന, ഗാണ്ഡീവം പിടിച്ചു നിൽക്കുന്ന പ്രാർത്ഥനയാണ് വിജയത്തിന്റെ കൂടെ വേണ്ടത്. ഭഗവാൻ മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ മാത്രം വെറും കൈയോടെ നിന്നിട്ടും കാര്യമില്ല. കയ്യിൽ എന്തുണ്ടായിക്കൊള്ളണം? ഗാണ്ഡീവം ഉണ്ടായിക്കൊള്ളണം. ഗാണ്ഡീവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പോയിട്ട് മടാലെടുത്ത് നിൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അധ്വാനിക്കാൻ, നമ്മുടെ ഈ കർമ്മം തന്നെ അർച്ചനയാക്കി മാറ്റാനുള്ള ക്രിയാശേഷിയോടുകൂടി സമൂഹത്തിൽ പെരുമാറുക. എല്ലാ സഹസ്രനാമത്തിൽ നിങ്ങൾ അമ്മയെ വിളിക്കുന്നുണ്ടല്ലോ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി പ്രധാനിയായിട്ടുള്ള അമ്മയുടെ അനുഗ്രഹം അത് തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. ആ ക്രിയാശേഷി സന്നദ്ധരായിട്ടിരിക്കുക. എന്തിന്? ധർമ്മത്തിന്റെ പ്രചാരകരാവാൻ. അപ്പോഴേ ധർമ്മ സംസ്ഥാപനം നടക്കുള്ളൂ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എപ്പോഴൊക്കെ അധർമ്മം ധർമ്മത്തിനു മേൽ വിജയം വരിക്കുന്നുവോ, എപ്പോഴൊക്കെ സാധുക്കളായിട്ടുള്ള എൻ്റെ ഭക്തർ താണു പോകുന്നുവോ, എപ്പോഴൊക്കെ അവരെ ദുഷ്ടന്മാർ വന്ന് അവരെ ഹനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവോ, അപ്പോഴൊക്കെ ഞാൻ വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന് ഗീത ഹൃദയത്തിനോട് ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. അല്ലാതെ നാളെ ഭഗവാൻ ഇവിടെ ഇങ്ങനെ വന്നൊരു കുട്ടിയായിട്ട് ജനിച്ച് ആ കുട്ടി വളർന്ന് വലുതായി നാട് മൊത്തം നേരേക്കുന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. നമ്മൾ ഓരോരുത്തരും ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഭഗവാൻ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും നോക്കിക്കാണുന്നത്. എൻ്റെ കുട്ടിയോട് എനിക്ക് വേണ്ടി ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ തോളോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ജനത ഇതാ ഉയർന്നു വരുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് ആ ഗുരുവായൂരപ്പൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. അതാണ് ഗീതാസാരെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ 18 അധ്യായം കാണാപ്പാഠം പഠിച്ച് ചൊല്ലിയത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഞാൻ ഗീത മനപ്പാടാക്കിയിട്ടുണ്ട്, ഞാൻ ആരുടെ മുമ്പിലും ഗീത 18 അധ്യായം ചൊല്ലി കേൾപ്പിക്കും. എന്ത് മാറ്റം ഉണ്ടായി? ചൊല്ലിയ നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായി? കേട്ട അവർക്ക് എന്ത്
മാറ്റം ഉണ്ടായി? അതല്ല, മാറ്റം ഉണ്ടാവണം. മാറ്റത്തിൻ്റെ ഈശ്വരനാണ് ആ ശ്രീകോവിലിനകത്ത് നിങ്ങൾ ഇരിക്കുന്നത്. ഒരു മുഴുവൻ സമ്പ്രദായത്തെ ഇങ്ങോട്ട് മാറ്റി ഒരു പുതിയ വ്യവസ്ഥ. ആദ്യം ഒരു തുള്ളി ചോര പോലും പൊടിയാതെ ഒരു സാമ്രാജ്യം, ആര്യാവർത്തം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഉണ്ടാക്കി രാജസൂയം നടത്തി യുധിഷ്ഠിരനെ ഒരു തുള്ളിച്ചോര പോലും പൊടിയാതെ ഒരു സാമ്പ്രദായികമായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത്. അത് പോയി. പിന്നെ എത്രയോ ചോര വീഴ്ത്തി വീണ്ടും ഒരു സാമ്രാജ്യം ഉണ്ടാക്കി കൊടുത്ത് മാറ്റങ്ങളുടെ ഈശ്വരനാണ് ഗുരുവായൂരപ്പൻ. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിൻ്റെ, ക്രിയാത്മകമായിട്ടുള്ള മാറ്റത്തിൻ്റെ ഈശ്വരനാണ് ഗുരുവായൂരപ്പൻ. നമുക്കും ആ ഭഗവാനെ ആരാധിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പനോട് ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. എന്ത്? അങ്ങയുടെ ഈ ക്രിയാശേഷിയുടെ 100% ഞങ്ങളുടെ ഉള്ളിലും തെളിയിച്ചു തരണേ ഗുരുവായൂരപ്പ. അങ്ങ് അധ്വാനിച്ചതിൻ്റെ 100% ഈ ധർമ്മത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണേ ഗുരുവായൂരപ്പ. അപ്പോൾ ഉള്ളിലൊരു തേജസ് കാണും. അതാണ് യഥാർത്ഥത്തിലുള്ള ആ ഭഗവാന്റെ രൂപം എന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി എത്രയോ സജ്ജനങ്ങൾ ഇവിടെ പ്രയത്നിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും എത്രയോ നേരമായിട്ട് ഇവിടെ ഇരുന്ന് ഗീത പാരായണം ചെയ്യുന്നു, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നു. ഇനിയും എത്രയോ ദിവസങ്ങളിൽ നമ്മുടെ ഓരോരോ പരിപാടികളായിട്ട് സമിതിയുടെ മുന്നോട്ട് വരാൻ പോകുന്നു. അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഗീതാസാരം എന്തെന്ന് മനസ്സിലാക്കാനുള്ള അനുഗ്രഹവും അറിവും ഗുരുവായൂരപ്പൻ നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ എന്ന് നിങ്ങളെ ഓരോരുത്തരോടും വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്കറിയാം സമയം വളരെ കുറവാണെന്നുള്ളത്, എങ്കിൽ പോലും സമയത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കത്ത് തരാൻ വേണ്ടി നിൽക്കുന്ന സ്വഭാവം ഞാൻ എവിടെയും നിൽക്കാറില്ല. ഇങ്ങനെ സാധനം തരുമല്ലോ, മതി, എന്തിനാണ്, നമുക്കറിയാം സമയമായി എന്നുള്ളത്. അപ്പം അതുകൊണ്ട് മറ്റൊരവസരത്തിൽ ഇനിയും നിങ്ങളെയൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും നമസ്കരിക്കുന്നു. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ.